ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ 3 കേസുകളാണ് നാളെ ഹൈക്കോടതിയിലുള്ളത്. അതിനെക്കുറിച്ചും മറ്റ് ചില കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബഡ്സ് കേസിൻ്റെ കാര്യം പറയാം. ബഡ്സ് കേസ് നാളെ ബെച്ചുകുര്യൻ സാറുടെ ബെഞ്ചിലാണ് നാളെ ബഡ്സ് കേസ് ഉള്ളത്. ഐറ്റം നമ്പർ 228 228 ഒരു 11 മണി 11:30 ഈ കേസ് കോടതിയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ കേസ് കാണുക. എങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ പ്രഗത്ഭരായ വക്കീലന്മാർ, ഹൈറിച്ചിൻ്റെ ബഡ്സ് എഴുതിയ വക്കീലന്മാർ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ അയ്യൂബ് ഖാനൊക്കെ തള്ളി മറിച്ചിരുന്നത്. ബഡ്സ് എഴുതിയ വക്കീലാണ്, ബഡ്സ് നിയമം എഴുതിയ വക്കീലൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വക്കീലന്മാർ നാളെ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നാളെ കോടതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നാളെ ബാങ്കിൻ്റെ കാര്യങ്ങളാണ്, ബാങ്കുകാരുടെ അഫിഡവിറ്റും കാര്യങ്ങളാണ്. അഫിഡവിറ്റ് അവർ അപ്ലോഡ് ചെയ്യാമെന്നതുകൊണ്ടാണ് വെറും 2 ദിവസത്തേക്ക് നീട്ടിവെച്ചിരുന്നത്. അപ്പോൾ നാളെ HDFC ബാങ്കിൻ്റെ അഫിഡവിറ്റിലെ കാര്യങ്ങൾ നാളെ അവിടെ വിശദമായ ചർച്ച വരും. HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഹോൾഡ് ചെയ്യുന്നത്. 100 കോടിയിൽ മേലെ ഹോൾഡ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ നിലപാട് നാളെ നമുക്ക് കോടതിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്റിവെച്ച കേസാണ്. മാറ്റിവെച്ച കേസ് ജനുവരി 12-ാം തീയതിയിലേക്ക് മാറ്റിവെച്ച കേസ് അർജൻറ്റ് ഹിയർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ സെറ്റിൽമെൻറ്റ് സ്കീമിൻ്റെ കേസാണ്. അർജൻറ്റായിട്ട് ഹിയർ ചെയ്യണമെന്ന് പറഞ്ഞ് അർജൻറ്റ് പെറ്റീഷനൊക്കെ മൂവ് ചെയ്ത് ഈ അർജൻറ്റ് ഹിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള വക്കീൽ പോലും ഹാജരാവാതെ ഉള്ള അവസ്ഥയിലുള്ള ഒരു കേസാണ്. ആ കേസും 16-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരുന്നത്. ഡിസംബർ 2-ാം തീയതി ആണ് ഈ കേസ് എടുത്തിരുന്നത്. ഡിസംബർ 2-ന് 16-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. പക്ഷേങ്കിൽ ഇത് ലിസ്റ്റായിട്ട് കാണുന്നില്ല. ഇതുവരേക്കും ആ കേസ് ലിസ്റ്റായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് കേസ് എന്തായാലും 2026-ലേക്ക് നീണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ബഡ്സ് കേസിനെ സംബന്ധിച്ച് ബഡ്സ് കേസിൻ്റെ അടുത്ത ഹിയറിങ് എന്തായാലും 2026 ആയിരിക്കും. 19-ാം തീയതിയാണ് ഈ വർഷത്തെ അവസാനത്തെ സിറ്റിങ്. അപ്പോൾ എന്തായാലും നാളെ 19-ാം തീയതിയിലേക്ക് മാറ്റാൻ വളരെ സാധ്യത കുറവാണ്. എന്തായാലും ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് 2026-ലായിരിക്കും കേസ് എടുക്കുക എന്നതാണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് EDയുടെ കേസാണ്. പ്രതാപന് ജാമ്യം നൽകിയതിനെ എതിർത്തുകൊണ്ടുള്ള കേസാണ്. അപ്പോൾ ആ കേസ് ജസ്റ്റിസ് CS ഡയസിൻ്റെ ബെഞ്ചിലാണ്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 307 അപ്പോൾ ആ കേസും ഉച്ചയ്ക്ക് മുന്നേ തന്നെ തീരുമാനമാവും. അപ്പോൾ ആരാണ് ഹൈറിച്ച് കമ്പനിക്ക് വേണ്ടി ആരാണ് ഹാജരാകുന്നത് എന്നതിനെക്കുറിച്ച് നാളെ നമുക്ക് മനസ്സിലാവും. ഇവർ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. നോട്ടീസ് കൈപ്പറ്റാതെ 1-2 വാദങ്ങൾ അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ എന്തായാലും സ്പീഡ് പോസ്റ്റിൽ അയച്ചിട്ടുണ്ട്. ഇവരെ വക്കീൽ ആരാണ് ഹാജരാവുക എന്നതിനെക്കുറിച്ച് നാളെ നമുക്ക് വ്യക്തമാവും. അതിൽ എന്തുകൊണ്ട് ഈ സെറ്റിൽമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ PMLA കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്തായാലും അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങളാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിലും ഒരു തീരുമാനം നാളെയോ അല്ലെങ്കിൽ അടുത്ത സിറ്റിങ്ങിലോ ഉണ്ടാവും. എന്തായാലും ഒരു ബെയിൽ കേസ് ആയതുകൊണ്ട് അധികം നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയും സിറ്റിങ് എന്തായാലും 2026 ആയിരിക്കും. 2026-ലേക്ക് എന്തായാലും നാളത്തെ 3 കേസുകളും 2026-ലേക്ക് മാറ്റിവെക്കാനാണ് കൂടുതൽ സാധ്യത. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അനിൽ അക്കരെ ജയിച്ചതിനെ തുടർന്ന് അനിൽ അക്കരയുടെ
24/7 ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ആൾക്കാർ ചീത്ത വിളിക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാർ അനിൽ അക്കരെ വിളിക്കുകയും സാറേ നമ്മുടെ പൈസ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് അവലാതി പറയുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തത് നിങ്ങൾ കളക്ടറേറ്റിൽ ക്ലെയിം പെറ്റീഷൻ ഇതുവരെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പണം തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അനിൽ അക്കരെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇവർ തന്നെ പ്രചരിപ്പിച്ച അനിൽ അക്കരയെ ചീത്ത വിളിക്കാനും മറ്റും പ്രചരിപ്പിച്ച ഒരു കാര്യം ഇവർക്ക് തന്നെ വിനയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കമ്പനിക്ക് വിനയായി വന്നിരിക്കുന്നു. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അവർ എല്ലാവരും തന്നെ ഈ ക്ലെയിം പെറ്റീഷൻ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ക്ലെയിം പെറ്റീഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ക്ലെയിം പെറ്റീഷൻ്റെ സമയത്തൊക്കെ ഇവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഇവരൊരു നിവേദന ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ നിവേദനമാണ് കൊടുക്കേണ്ടത്, നമ്മൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അപ്പോൾ നിവേദന ക്യാമ്പയിനും ഇല്ല, ഇപ്പം ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സമയം എങ്ങനെയെങ്കിലും തള്ളി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തി മാത്രമാണ് ആ ഒരു സാധനമെന്ന് ഇപ്പോഴെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുക. വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇവർ ഒരുപാട് ആൾക്കാർക്ക്, ലീഡർമാർക്ക് തന്നെ ഈ കേസ് എങ്ങും എത്തില്ല, ഇത് നീണ്ടു പോവുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ വന്നിട്ടുണ്ട്. അവർ മെല്ലെ ഈ കേസിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന്, ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആവശ്യമുള്ളവർ അവർക്ക് ഉചിതമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വീണ്ടും ചതിക്കപ്പെടാൻ ഇടവരുത്തരുത് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ചും പറയാനുള്ളത്. എന്തായാലും മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരോ ഇന്നലെ പറയുന്നത് കേട്ടു, പ്രതാപന് ഇനി ഉത്തരവാദിത്വമില്ല, അദ്ദേഹം ഈ ഒരു തട്ടിപ്പ് നടത്തിയതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അയാൾക്ക് നിയമപരമായിട്ട് പണം തിരികെ കൊടുക്കേണ്ട ബാധ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, FIR ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പണം കിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. FIR ഇട്ടാൽ മാത്രമേ പണം കിട്ടുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിലായാലും നമ്മുടെ മറ്റ് ഏത് കേസിലായാലും, ഗുരുദേവയുടെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, FIR ഇട്ടാൽ മാത്രമേ അത് നിയമപരമായി ഇതൊരു കോടതി വഴിയാണ് നിങ്ങൾക്ക് പണം തിരികെ കിട്ടുന്നത്. കോടതിയിൽ അത് പോലീസിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ കോടതിയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അംഗീകരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്ലെയിം പെറ്റീഷനിൽ തന്നെ FIR നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് FIR ഇട്ടാൽ മാത്രമേ പണം കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെയും കുറച്ച് കാര്യങ്ങൾ FIRമായി സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.